കാലങ്ങളോളം മുമ്പ് യോബ് എന്ന നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു. യോബ് ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ചു. അവൻ എപ്പോഴും നല്ലത് ചെയ്യുകയും സത്യസന്ധനായി ജീവിക്കുകയും ചെയ്തു. അവന് വലിയ കുടുംബവും നിരവധി മൃഗങ്ങളും മനോഹരമായ വീടും ഉണ്ടായിരുന്നു. ജീവിതം സന്തോഷപൂർണമായിരുന്നു. എന്നാൽ ഒരു ദിവസം എല്ലാം മാറി. സ്വർഗത്തിൽ ശൈതാൻ പറഞ്ഞു, യോബ് ദൈവത്തെ സ്നേഹിക്കുന്നത് അവൻ എല്ലാം ഉള്ളതിനാലാണ്. അതിനാൽ ദൈവം യോബിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ അനുവദിച്ചു. പെട്ടെന്ന് ദുഃഖവാർത്തകൾ എത്തി. അവന്റെ മൃഗങ്ങൾ നഷ്ടമായി. വീട് തകർന്നു. വലിയ കാറ്റിൽ അവന്റെ മക്കൾ മരിക്കുകയും ചെയ്തു. ഒരേ ദിവസത്തിൽ യോബ് എല്ലാം നഷ്ടപ്പെടുത്തി. യോബ് വളരെ ദുഃഖിച്ചു. അവൻ മുട്ടുകുത്തി കരഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ദുഃഖത്തിലായിരുന്നെങ്കിലും അവൻ ദൈവത്തെ വിട്ടില്ല. അതിനുശേഷം യോബ് ഗുരുതരമായി രോഗിയായി. ശരീരം മുഴുവൻ വേദന. സുഹൃത്തുക്കൾ വന്നെങ്കിലും ആശ്വസിപ്പിക്കാൻ പകരം അവനെ കുറ്റപ്പെടുത്തി. എന്നിരുന്നാലും യോബ് ദൈവത്തോട് സംസാരിക്കുന്നത് നിർത്തിയില്ല. അവൻ തന്റെ സംശയങ്ങളും ദുഃഖവും തുറന്നു പറഞ്ഞു. എന്നാൽ ഹൃദയത്തിൽ ദൈവം നല്ലവനാണെന്ന് വിശ്വസിച്ചു. ഒരു ദിവസം ശക്തമായ ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം യോബിനോട് സംസാരിച്ചു. ഞാൻ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും സൃഷ്ടിച്ചു. എന്നെ വിശ്വസിക്കൂ, ദൈവം പറഞ്ഞു. അപ്പോൾ യോബ് മനസ്സിലാക്കി, ദൈവത്തിന്റെ ജ്ഞാനം അതിപ്രധാനമാണ്. അവൻ മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ദൈവം യോബിനെ വീണ്ടും അനുഗ്രഹിച്ചു. അവൻ ആരോഗ്യവാനായി. ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറഞ്ഞു. ഈ കഥയുടെ പാഠം: ജീവിതം കഠിനമായാലും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടായാലും ദൈവത്തെ ഒരിക്കലും വിട്ടുകളയരുത്. കാരണം ദൈവം നിങ്ങളെ ഒരിക്കലും വിട്ടുകളയില്ല.